ഇന്ന് ധന്യമേ ജീവിതത്തിൽ ഞാൻ പറയണത് ഒരു ശ്ലോകം പോലും ഓർമ്മിച്ച് പറയാനുള്ള കെൽപ്പ് എനിക്ക് ഇല്ല. അതുകൊണ്ട് ശ്ലോകം ചൊല്ലലും അർത്ഥം പറയലും ഇല്ലാതാവും, അങ്ങനെ ഒരു മിടുക്ക് ഇല്ല. കേൾക്കുന്നതൊക്കെ ഓർമ്മയിൽ നിൽക്കുക എന്നുള്ള ഒരു കഴിവുണ്ട്. മനപ്പാഠം പഠിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ ഇപ്പൊ വളരെ പെട്ടെന്നൊരു പ്രയോഗം പറയാണ്. എടുവല കൊടുവല കൊണ്ടക്കൊടുവല അതവല ഇതവല ഇല്ലവല. ഇതൊന്ന് ഏറ്റു പറയണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാവും. എടുവല കൊടുവല കൊണ്ടക്കൊടുവല അതവല ഇതവല ഇല്ലവല. മൂന്നാമതും ആവർത്തിച്ച് ചൊല്ലാൻ പറ്റും, തെറ്റാതെ പറയണമല്ലോ. എങ്ങനെ ഇപ്പൊ ഇത് പഠിഞ്ഞേ? ഒരു 20 വയസ്സ് പ്രായം ഉള്ള കാലത്ത് എപ്പോഴും കയറി ചെല്ലുന്ന ഒരു വീട് ഉണ്ട്. അപ്പൊ അവിടുത്തെ അമ്മൂമ്മയ്ക്ക് എന്നെ സുപരിചിതാണ്, രവി എന്നാണ് വിളിക്കുക. അപ്പൊ ഞാൻ കയറി ചെന്നു, കണ്ട ഭാവമില്ല. അപ്പൊ അവിടെ നിൽക്കുന്ന ഏതോ ബന്ധുക്കാരൻ രവി വന്നത് കണ്ടില്ലേന്ന് ചോദിച്ചു. അപ്പൊ അമ്മമ്മ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അന്നത്തെ അമ്മൂമ്മമാരൊക്കെ ഇങ്ങനെയൊക്കെ പാടും. എടുവല കൊടുവല കൊണ്ടക്കൊടുവല അതവല ഇതവല ഇല്ലവല. ഒരു തവണ കേട്ടപ്പോ തന്നെ എനിക്ക് എന്തോ ഇതിലൊരു കാര്യമുണ്ടെന്ന് തോന്നി. പിന്നീട് അമ്മൂമ്മയായിട്ട് തന്നെ അങ്ങനെ സംസാരിച്ചു. അപ്പൊ പറഞ്ഞു, പതിവായിട്ട് കാണുന്നവരെ നമുക്ക് വിലയുണ്ടാവില്ല. ഒരാളെ പതിവായിട്ട് കാണുമെങ്കിലോ നമ്മൾ കണ്ട ഭാവം നൽകി. അപൂർവതയാണ് പ്രാധാന്യം ഉണ്ടാക്കുന്നത്. ഇവിടെ പല എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പലകയാണ്. ഒരു വ്യക്തി വന്നാൽ റെസ്പെക്ട് ചെയ്യാവുന്നതിന് വെച്ച് മാക്സിമം ഇരിക്കാൻ പലകെട്ട് കൊടുക്കാനാവും. പണ്ടത്തെ വീടുകളിലൊക്കെ പലകയുണ്ട്. ഇപ്പൊ കസാര ഒന്നോട് കൂടിയിട്ട് പലകയില്ലാതെ. എന്റെ നന്നാ കുട്ടിക്കാലത്ത് പട്ടാമ്പിയിലെ വീടുകളിൽ ഇരിക്കി പലകെട്ട് കൊടുത്തു. ആ പലക തന്നെ ഒരു 3 പലക ഉണ്ടാവണമെങ്കിൽ, കാരണം ആശാരി പണിയെടുക്കുന്നതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പിലാണ് പലക പണിത് കൊടുക്കുക. സമ്പന്ന ഗൃഹങ്ങളിലൊക്കെ പലക ഉണ്ടാവുക. അപ്പൊ VIP ആയിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരാളാ വരണമെങ്കിലോ എടുപല. ഇതിന്റെ ആദ്യത്തെ പ്രയോഗമാണ് എടുപല. വലിയ VIP ആ, നമ്മുടെ മേലുദ്യോഗസ്ഥനോ മന്ത്രിയാണ്. എടുപല. അത് കഴിഞ്ഞിട്ട് അയാൾ തന്നെ പിറ്റേ ദിവസവും വരികയാണ്. അപ്പൊ ഇത് മാറ്റം വന്നു. എടുപലയല്ല, കൊടുപല. എടുപല കഴിഞ്ഞപ്പോഴേക്കും കൊടുപലയായി. പിന്നെ ദിവസവും കാണും. അപ്പൊ എന്തായി? ആളെ കണ്ടു. കൊണ്ടക്കൊടുപല, പല കൊണ്ടുവക്കുന്നു. വീണ്ടും അയാൾക്ക് അവിടെ വരേണ്ട ആവശ്യം വരികയാണ്. നമ്മൾ കുടുംബക്കാരോടും ബന്ധുക്കളോടൊക്കെ അങ്ങനെയാണല്ലോ. ഓവർ എക്സ്പോസ്ഡ് ആവുക എന്നാണ് ഇതിന് പറയുക. ഓവർ എക്സ്പോസ്. ആവശ്യമില്ലാത്ത ആള് വരിക, എപ്പോഴും അവിടെ നിൽക്കുന്നുണ്ടാവും, വീടിന്റെ മുമ്പിലൊക്കെ ഉണ്ടാവും, ഒരു വിലയില്ലാതെ അവിടെ ഉണ്ടാവും, ആൾക്കൂട്ടം കൂടി അതിന്റെ മുമ്പിൽ ഉണ്ടാവും. ആ വ്യക്തിയെ പിന്നെ അവിടേക്ക് VIP ആയിട്ട് വിളിക്കും.
എടുവല കൊടുവലയും കഴിഞ്ഞ് കൊണ്ടക്കൊടുവലയായി. പിന്നെയും കുറച്ചു കാലം കഴിഞ്ഞു. എപ്പോഴും ഇങ്ങനെ ഞെട്ടാൻ പറ്റുമോ? അടവല, പല അതാണ് അടവലയെ, പലകയാണ് ഈ പല. പിന്നെയും വില വരുമ്പോ ഇടവല, പലകതാണ്. പിന്നെയും കാലം നീങ്ങി ഇല്ല വല. വേണമെങ്കിൽ ഒരു വലക എടുത്തിട്ട് അവിടെ ഇരുന്നു. ഇതിനൊരു ആശയപരമായ വലിയൊരർത്ഥം ഉണ്ടായതുകൊണ്ട് എടുവല കൊടുവല കൊണ്ടക്കൊടുവല അടവല ഇടവല ഇല്ലവല എന്നുള്ളത് ആശയമായിട്ട് ചേർന്നപ്പോൾ പല കാര്യങ്ങളിലും നമുക്ക് ചിന്തിക്കാം. നമ്മുടെ കൂടെ ജീവിച്ചിരിക്കുന്ന മഹാത്മാക്കളെ നമ്മൾ മഹാത്മാക്കളായി കാണാറുണ്ടോ? മഹാത്മാവായി കാണില്ല. കാണണമെങ്കിൽ മരിച്ചു കിട്ടണം. ചിലവരെ കുറിച്ച് നല്ലത് പറയുമ്പോ ആള് മരിച്ചോ തോന്നും. കാരണം നല്ലതാ പറഞ്ഞത്. എവിടെ ജീവിതത്തിൽ ഓവർ എക്സ്പോസ്ഡ് ആവണോ, എവിടെ തിരിഞ്ഞാലും കാണാം, അവിടെ നിൽക്കുന്നതും കാണാം. നാട്ടിൽ ചില മഹാന്മാരായ വ്യക്തികളുണ്ട്. കല്യാണത്തിന് പോയി അവിടെ ദഹനക്കാർക്ക് നിർദ്ദേശം കൊടുത്തു നിൽക്കും. നിരത്തുപണി വരുമ്പോ അവര് വന്നിട്ട് ഇന്ന പോലെ ചെയ്യുമെന്ന് അവർ ചെയ്യും. മരണ വീട്ടിലും ഉണ്ടാവും. അതും കഴിഞ്ഞിട്ട് വൈകുന്നേരം പീടികയിലേക്ക് സാധനം വാങ്ങാൻ പോകുമ്പോ ഇവരെയും കാണാൻ വഴിയിൽ അവര് സാധനം വാങ്ങി വരും. ചിലപ്പോ അവരൊരു ചക്ക വാങ്ങിയിട്ട് തലയിൽ വെച്ചിട്ട് അവര് നടന്നു വരുന്നതാണ്. മഹാന്മാര് നല്ല അറിവും മിടുക്കുള്ള ആളുകളാണ്. പക്ഷെ അവിടെ ഒരു പ്രധാന ചടങ്ങ് വരുമ്പോ VIP ആയിട്ട് ഈ വ്യക്തി മതിയാവില്ല, പുറമേന്ന് വരണം. അവിടുത്തേര് പോരാ. നമ്മുടെ നാട്ടിൽ നമുക്ക് എപ്പോഴും അടവല ഇടവല ഇല്ലവല എന്നുള്ള രീതിയിലല്ലേ എല്ലാവരുടെയും. ഓവർ എക്സ്പോസ്ഡ് ആവാതിരിക്കുന്നിടത്തോളം കാലം വിലയായി. ഈ വയനാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട വലിയൊരു ചടങ്ങ് വരികയാണ്. കോളേജിന്റെ 100ാം വാർഷികമാണ്. നമുക്ക് ഒരാളെ കിട്ടണം. ഇവിടുന്ന് കോഴിക്കോട് നിന്ന് ഒരാളെ കിട്ടണം. വയനാട്ടുകാർ പോരാ. 4-5 മണിക്കൂറൊക്കെ കാറിൽ ഇരുന്നിട്ട്, കാരണം കോളേജിന്റെ എന്തെങ്കിലും ഉണ്ടാകുന്ന 100ാമത്തെ വാർഷികല്ലേ, കോഴിക്കോട് നിന്ന് ടാക്സിക്കാരന് ഭയങ്കര കാശ് കൊടുത്തിട്ട് ഒരു എഴുത്തുകാരനെയോ സാമൂഹ്യ പ്രവർത്തകനെ കൊണ്ടുപോകും. അവിടെ ഉള്ളവരില്ലേ, അവിടെ ഉള്ളവര് പഞ്ചായത്ത് പ്രസിഡന്റോ അവിടുത്തെ ഒരാളോ പോരാ. സ്വാഗതം പറയുമ്പോ ആദ്യം VIP-ക്കാണ് സ്വാഗതം പറയുക. കാരണം അധ്യക്ഷനാണ് ആദ്യം പറയേണ്ടത്. പക്ഷെ അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തുകാരനാണേ. അപ്പൊ ആദ്യം അധ്യക്ഷന് സ്വാഗതം പറയാന്നുള്ളത് പോലും മറന്നുപോകും. എല്ലാ സ്ഥലത്തും ജീവിതത്തിൽ ഇത് ബാധകം ആണ്. ഇതിനെ നമ്മൾ നിത്യജീവിതത്തിലേക്ക് കൊണ്ടുവരിക. മകന്റെ മുമ്പിൽ അച്ഛൻ ഓവർ എക്സ്പോസർ ആവരുത്. അച്ഛൻ കുറച്ച് ഗൗരവത്തിൽ നടക്കണം. നമ്മൾ എവിടെയാണെങ്കിലോ ജോലി സ്ഥലത്താണെങ്കിലും ഒക്കെ അടവല ഇടവല ഇല്ലവല എന്നുള്ള രീതിയിലേക്ക് എത്താതെ കുറച്ച് റിസർവ്ഡ് ആകണം. ഇന്ന് ധന്യമേ ജീവിതത്തില് ഇതാണ് ചിന്തിച്ച് ഇങ്ങനെയൊക്കെ അല്ല എന്ന് വേണമെങ്കിൽ നാളെ എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞു എന്ന് വരാം. ഏതായാലും എൻ്റെ പ്രേക്ഷകർ സ്നേഹപൂർവ്വം ഇത് കേൾക്കുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷവും നന്ദിയും ഉണ്ട്. നമസ്കാരം.